അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതീ കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. സ്വദഖല്ലാഹുൽ അലിയുൽ അളീം. സൂറ അൽ ബഖറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ഖിബില മാറ്റം. അല്ലാഹു സുബ്ഹാനഹു വതആല പുതിയ ഒരു പ്രവാചകനെ നിയോഗിച്ചപ്പോൾ, പുതിയ ഒരു ശരീഅത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് നേരത്തെ ശരീഅത്ത് നൽകപ്പെട്ട, നേരത്തെ നിയമം നൽകപ്പെട്ട പ്രവാചക പാരമ്പര്യമുള്ള ബനൂ ഇസ്രായേലിൽപ്പെട്ട യഹൂദരെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് കുറേ നേരം സംസാരിച്ചത്. ഈ സൂറയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നതും അതുതന്നെയാണ്. യഹൂദരോട് സംഭാഷണം നടത്തിക്കൊണ്ടും അവരുടെ നിയമത്തെ മുൻനിർത്തിക്കൊണ്ടും അവരുടെ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ടുമൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അള്ളാഹു അവരോട് പറഞ്ഞിരുന്നു, വലാ തകൂനു അവ്വല കാഫിരിൻ ബി, ആദ്യം നിഷേധിക്കുന്നവർ നിങ്ങളാകരുത്. അവരോട് നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്ന് ചോദിക്കും. അത് യഹൂദരും യഹൂദരുടെ ബന്ധത്തിലുള്ള മദീനയിലുള്ള അറബികളുമാണ്. യഹൂദർ പറയുന്ന കേട്ട് അങ്ങനെ പ്രവാചകനെ വിശ്വസിക്കാതെ, യഥാർത്ഥത്തിൽ വിശ്വസിക്കാതെ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ പൊതുവെ അവരെ മുനാഫിക്കുകൾ എന്ന് പറയുന്നു. അവരെക്കുറിച്ചാണ് പറഞ്ഞത് കരാറുകൾ ലംഘിച്ചവരാണ്. അവർക്ക് അള്ളാഹു ചെയ്ത ഒരുപാട് നിഅമത്തുകളെക്കുറിച്ച് പറഞ്ഞു. അവർ അതിരുലംഘനം നടത്തിയപ്പോൾ ഉണ്ടായ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞു. അവരുടെ പല വാദങ്ങളും അള്ളാഹു ഉദ്ധരിച്ചു. അതിനൊക്കെ അള്ളാഹു മറുപടി നൽകിയതിനു ശേഷം, ഈ പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കാത്തത് ഇബ്രാഹീമിൻ്റെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് വന്ന ഒരു പ്രവാചകനാണ്, എന്നിട്ടും നിങ്ങൾ അംഗീകരിക്കാത്തത് നിങ്ങളുടെ ശത്രുത കൊണ്ടാണ്, നിങ്ങളുടെ ധിക്കാരം കൊണ്ടാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പല വിധത്തിൽ, പല രീതിയിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യത്യസ്ത രീതിയിൽ അവൻ വിശദീകരിച്ചതിന് ശേഷമാണ് അള്ളാഹു ഇബ്രാഹീമിൻ്റെ മില്ലത്തിനെ വിശദമായിട്ട് പരിചയപ്പെടുത്തിയത്. സന്മാർഗം പ്രാപിക്കണമെങ്കിൽ യഹൂദിയാകണം, നസ്രാനിയാകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേത്. വലന അമാലുന വലക്കും അമാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. ഞങ്ങൾ ആത്മാർത്ഥതയുള്ള, ഇഖ്ലാസുള്ള, നിഷ്കളങ്കരായ, യാതൊന്നിനെയും പങ്കുചേർക്കാത്ത വിധത്തിൽ അള്ളാഹുവിന് വിധേയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബും അദ്ദേഹത്തിൻ്റെ മക്കളും ഒന്നും യഥാർത്ഥത്തിൽ യഹൂദികളോ നസാറാക്കളിൽപ്പെട്ടവരോ ഒന്നുമല്ല. അവർ ശുദ്ധമായ അള്ളാഹുവിൻ്റെ ഹിദായത്തിനെ, ദീനിനെ അവലംബിച്ച് ജീവിച്ച ആളുകളാണ്. എന്നാൽ ഷഹാദത്തിനെ മറച്ചു വെച്ചവരെക്കാൾ വലിയ അക്രമി ആരുണ്ട്? അള്ളാഹു ഒരു പ്രവാചക നിയോഗം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു തന്ന നിങ്ങൾ അതിനെ മറച്ചു വെച്ചു. അല്ലെങ്കിൽ ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകൻ ആരായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പക്കലുള്ളതിന് അക്കോർഡിംഗ്ലി വന്നു കഴിഞ്ഞാൽ അനുസരിക്കണം എന്ന കരാറൊക്കെ നിങ്ങൾ മറച്ചു വെച്ചു. അങ്ങനത്തെ ആളുകളെക്കാൾ വലിയ അക്രമം, അങ്ങനത്തെ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ വലിയ അക്രമം ആരാണ് ചെയ്യുന്നത്? അള്ളാഹു പറഞ്ഞു, അവർ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു ഗാഫിലല്ല, അറിയാത്തവനല്ല. എന്നിട്ട് പറഞ്ഞു, അതൊരു മുൻകഴിഞ്ഞ സമുദായമാണ് ഇബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാക്കും ഒക്കെ. അവരൊക്കെ ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്കുണ്ട്. നിങ്ങൾ അവരുടെ പാരമ്പര്യമാണ് അവകാശപ്പെടുന്നതെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. അവരുടേത് അവർക്കുണ്ട്. നിങ്ങൾക്കിപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾ നേരിടുന്ന ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഖിബില മാറ്റവും പുതിയൊരു ശരീഅത്തും. മാത്രമല്ല, പുതിയൊരു പ്രവാചകൻ തന്നെയും ഒരു പരീക്ഷണമാണ്. പുതിയൊരു റസൂല് വന്ന് പുതിയ നിയമങ്ങളും പുതിയ രീതികളും പഠിപ്പിക്കുമ്പോൾ അത് പഴയ ഖൗമിനൊരു വലിയ പരീക്ഷണമാണ്. അള്ളാഹു വ്യത്യസ്ത ശരീഅത്തുകളും മൻഹജുകളും നൽകുന്നത് തന്നെ ഒരു പരീക്ഷണമായിട്ടാണ് പറയുന്നത്. ലിക്കുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ.
നിങ്ങളിൽ ഓരോരുത്തർക്കും. സൂറ മായിദയിൽ പറയുമ്പോൾ നിങ്ങളിൽ എന്നുദ്ദേശിച്ചത് യഹൂദരെക്കുറിച്ചും നസാറാക്കളെക്കുറിച്ചും അതുപോലെ അറബികളെക്കുറിച്ചുമൊക്കെയാണ്. പ്ലൂറലായിട്ട് എല്ലാവരെക്കുറിച്ചുമാണ് അവിടെ പറഞ്ഞത്. ലിക്കുല്ലിൻ ജഅൽനാ മിൻകും, നിങ്ങളിൽ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. ശിറാഅത്തൻ വ മിൻഹാജ, മാർഗദർശനങ്ങൾ നൽകിയിട്ടുണ്ട്. ശിറാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർഗദർശനങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. നിയമങ്ങളും നിർദ്ദേശങ്ങളും തത്വങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വ മിൻഹാജ, നിങ്ങൾക്ക് വ്യക്തമായ വഴിയും മാർഗവും നൽകിയിട്ടുണ്ട്. മാർഗദർശനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ മാത്രമല്ല, കൃത്യമായ തെളിഞ്ഞ വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്. സുന്നത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യാഖ്യാനമുണ്ട്. മിൻഹാജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്താണെന്ന്. നിയമങ്ങൾ മാത്രമല്ല, നിർദ്ദേശങ്ങൾ മാത്രമല്ല, ആ നിർദ്ദേശങ്ങൾ എപ്രകാരമാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, നോമ്പെടുക്കണം എന്ന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ എന്ന കൃത്യമായ വഴിയും കാണിച്ചു തന്നിരിക്കുന്നു, അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള വഴിയുമുണ്ട്. അതൊക്കെ വ്യത്യസ്തമാണ്. വലൗ ഷാ അല്ലാഹു ലജഅലക്കും ഉമ്മത്തൻ വാഹിദ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഒറ്റ ജനറേഷൻ അല്ലെങ്കിൽ ഒറ്റൊരു ഉമ്മത്താക്കാമായിരുന്നു. ഇത്തരത്തിൽ വ്യത്യസ്ത ശരീഅത്തും വ്യത്യസ്ത മൻഹജിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവനങ്ങനെ ആക്കാമായിരുന്നു. പക്ഷേ വലാക്കിൻ ലിയബ്ലുവക്കും ഫീമ ആത്താക്കും, നിങ്ങൾക്ക് നൽകുന്നതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവനങ്ങനെ ചെയ്യുന്നത്. അതൊരു പരീക്ഷണമാണ്. അഹങ്കാരമുള്ള ആളുകളുടെ അഹങ്കാരം പുറത്തു വരുന്ന ഒരു പരീക്ഷണമാണ്. ഞങ്ങൾ ഇത്രയും നാൾ പിൻപറ്റി വരുന്നതിനെ, ഞങ്ങൾക്ക് ലഭിച്ച ഞങ്ങളുടെ പക്കൽ ഞങ്ങൾ എത്രയോ തലമുറയായിട്ട് സംരക്ഷിച്ചു വരുന്ന ഞങ്ങളുടെ പാരമ്പര്യത്തെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നബി കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളെ പാരമ്പര്യത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഈ നബിയെ എങ്ങനെ പിൻപറ്റും? അതൊരു വലിയ പരീക്ഷണമാണ്. നമ്മൾ നേരത്തെ ചെയ്തു വരുന്ന പല കാര്യങ്ങളിൽ നിന്നുമുള്ള മാറ്റം, അത് അള്ളാഹുവിൽ നിന്ന് തന്നെ ആകുമ്പോഴും അതിനെ പിൻപറ്റാൻ ചില പ്രയാസങ്ങൾ. ഒന്നതൊരു അഹങ്കാരം കൊണ്ടാണ്. ഞങ്ങളാണല്ലോ സീനിയേഴ്സ്, ഈ വിഷയത്തിൽ ഞങ്ങൾ സീനിയേഴ്സാണ്, ഞങ്ങൾ ഇത്രയും കാലം കൊണ്ടു നടക്കുന്നവരാണ്, ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത്, ഞങ്ങളാണിതറിയുന്നത്. പുതിയൊരാൾ വന്നിട്ട് നബിയാണെന്ന് പറയുന്നു, ഇനി അത് നബിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അത് അംഗീകരിക്കാനുള്ള ഒരു മടി. അത്തരത്തിൽ പുതിയ ഒരു ശരീഅത്ത് എന്ന് പറയുന്നത് പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണമാണ്. അങ്ങനെ ഒരു പരീക്ഷണമായിക്കൊണ്ടാണ് പുതിയൊരു ശരീഅത്തും പ്രവാചകനെയും അള്ളാഹു നിയോഗിക്കുന്നത്. ആ പരീക്ഷണം ഇബ്ലീസ് നേരിട്ട പോലത്തെ ഒരു പരീക്ഷണമാണ്. ഭൂമിയിൽ ഖലീഫയായിട്ട് ആദമിനെ നിയോഗിക്കുമ്പോൾ അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്ലീസിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ ബെറ്റർ എന്നായിരുന്നു ഇബ്ലീസ് മറുപടി പറഞ്ഞത്. അതുപോലെ അള്ളാഹുവിലേക്കെത്താൻ ഇനി നിങ്ങൾ അവലംബിക്കേണ്ടത് ഈ ഒരു പ്രവാചകനെയാണ്, അദ്ദേഹം പറയുന്നതാണ് അനുസരിക്കേണ്ടത്, അദ്ദേഹത്തിന് ഇറക്കപ്പെടുന്നതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് പറയുമ്പോൾ അത് പഴയ ആളുകൾക്ക് വലിയ ഒരു പരീക്ഷണം തന്നെയാണ്. അള്ളാഹു പറയുന്നത് സൂറ മായിദയിൽ വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബ്, സത്യപ്രമാണത്തെ അൻസൽനാ ഇലൈക്ക, താങ്കളിലേക്ക് നാം ഇറക്കി, അൽ കിതാബ ബിൽ ഹഖ്, സത്യപ്രമാണത്തെ നിങ്ങൾക്ക് ഇറക്കിയത് മുസദ്ദിഖനായിക്കൊണ്ടാണ്, ലിമാ ബൈന യദൈഹി മിനൽ കിതാബ്, അതിനു മുമ്പുള്ള അൽ കിതാബിന് മുസദ്ദിഖനായിക്കൊണ്ടാണ്. അതിനു മുമ്പുള്ള അൽ കിതാബ് എന്ന് ഉദ്ദേശിച്ചത് ഖുർആനിൽ അങ്ങനെ ഉദ്ദേശിക്കാറ് തൗറാത്തിനെയാണ് പൊതുവെ. ഇതിനു മുമ്പുള്ള അൽ കിതാബ്, തൗറാത്തിന് അക്കോർഡിംഗ്ലിയാണ് ഖുർആൻ ഇറങ്ങിയത്. മാത്രവുമല്ല വ മുഹൈമിനൻ അലൈഹി, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്, തൗറാത്തിനെ സംരക്ഷിക്കുന്നതാണ് ഖുർആൻ. തൗറാത്തിൽ വന്ന എല്ലാ മിസ്റ്റേക്കുകളെയും കറക്റ്റ് ചെയ്യുന്നതാണ് ഖുർആൻ. തൗറാത്തിലെ എല്ലാ തത്വങ്ങളെയും റീസ്റ്റോർ ചെയ്യുന്നതാണ് ഖുർആൻ.
അപ്പോൾ പഴയ നിയമങ്ങളെയൊക്കെ അസ്യൂം ചെയ്തുകൊണ്ട് റീസ്റ്റോർ ചെയ്തുകൊണ്ട് അള്ളാഹു പഴയ നിയമങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ടും സംരക്ഷിക്കേണ്ടതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടും അതിൽ കേടുവന്നതിനെയൊക്കെ തള്ളിക്കൊണ്ടും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിന് അക്കോർഡിംഗ്ലി വന്ന ഒരു ഖുർആനാണ്, ഒരു കിതാബാണ് താങ്കൾക്ക് നൽകിയത്. അങ്ങനത്തെ ഒരു ന്യായപ്രമാണമാണ് നൽകിയത്. അതുകൊണ്ട് ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, അവർക്കിടയിൽ അള്ളാഹു ഇറക്കിയതിനു കൊണ്ട് നീ വിധി കൽപ്പിക്കുക. വലാ തത്തബി അഹ്വാഹും, അവരുടെ ഇച്ഛകളെ, അവരുടെ ഹവകളെ, അവരുടെ സ്വേച്ഛകളെ നീ പിൻപറ്റരുത്. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് ലിക്കുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിയമങ്ങളും വ്യത്യസ്തമായ മാർഗങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ ഒറ്റ ഉമ്മത്താക്കാമായിരുന്നു. പക്ഷേ വലാക്കിൻ ലിയബുലുവക്കും ഫീമ ആത്താക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫസ്തബിഖുൽ ഖൈറാത്ത്, സൂറ മാഇദയിലായത്താണ്. നിങ്ങൾ ഖൈറാത്തിന് വേണ്ടി മത്സരിക്കൂ, മുന്നേറൂ, ഖൈറാത്തിന് വേണ്ടിയിട്ട് ധൃതിയിൽ മുന്നേറൂ. ഇലല്ലാഹി മർജിഉക്കും, അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. ജമിയ, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കാണ്. ഫയുനബ്ബിഉക്കും ബിമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, അങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ ഭിന്നതയുള്ള വിഷയത്തിലൊക്കെ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നൊക്കെ. അതവൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഖൈറാത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുകയാണ്. അള്ളാഹു ഇങ്ങനെ മുമ്പ് ശരീഅത്ത് ലഭിച്ച ആളുകൾക്കൊരു പരീക്ഷണം എന്നോണം പ്രവാചകനെ നിയോഗിക്കുകയും പുതിയൊരു ഖിബില നൽകുകയും ചെയ്യുന്നു. പുതിയ ഖിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പുതിയ മുഖമാണ്. പുതിയ മുഖം അഥവാ പുതിയ ആരാധനാരീതികൾ. നേരത്തെ ഉള്ള കമ്മ്യൂണിറ്റി ചെയ്തു വരുന്ന കാര്യം മാത്രമല്ല, പഴയതിനെ റീസ്റ്റോർ ചെയ്തുകൊണ്ട് പുതിയ രീതിയിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നു. നിസ്കാരം യഹൂദർക്ക് ഉള്ള പോലെയല്ല, 5 നേരത്തെ നിസ്കാരമാക്കി. അവർ 3 നേരത്തെ നിസ്കാരമാണെങ്കിൽ 5 നേരത്തെ നിസ്കാരം. നോമ്പ്, ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നോമ്പെടുത്തുന്ന വിശേഷ സമയങ്ങളിലൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കി. അവർക്ക് നൽകിയ പല നിയമങ്ങളും അതിലൊക്കെ ചിലപ്പോൾ തഖ്ഫീഫ് ചെയ്തുകൊണ്ട് ചില ലഘൂകരണങ്ങളും റിലാക്സേഷൻസും കൊണ്ടുവന്നുകൊണ്ട് പുതിയ നിയമം അവതരിപ്പിച്ചു. ഹജ്ജ് അവർക്കും നിർബന്ധമായിരുന്നു. അവർ പിന്നെ കുറേ കാലത്തേക്ക് അത് ഉപേക്ഷിച്ചു. ആ ഹജ്ജിനെ റീസ്റ്റോർ ചെയ്തു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയതായിട്ട് പഠിപ്പിക്കുന്നതാണ് ഒരു ഖിബില മാറ്റം. അങ്ങനെ ഖിബില മാറുമ്പോൾ സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം, ജനങ്ങളിൽപ്പെട്ട വിഡ്ഢികൾ ചോദിക്കും. തീർച്ചയായിട്ടും അവരെന്തായാലും ഷ്യൂർലി അവർ ചോദിക്കും. മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനു അലൈഹ, അവരുണ്ടായിരുന്ന അവരുടെ ഖിബിലയിൽ നിന്ന് എന്താണിപ്പോൾ അവരെ മാറ്റിയത്? എന്ത് കാര്യമാണ് ഇപ്പോൾ അവരെ മാറ്റിയത്? എന്തുകൊണ്ടാണ് അവർ മാറിയത് അവരുടെ ഖിബിലയിൽ നിന്ന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. കുറേ കാലം അങ്ങനെ നിസ്കരിച്ചിരുന്നു. സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസിൽ പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സ്വല്ലാ നഹ്വ ബൈത്തുൽ മഖ്ദിസി 16 ഔ 17 ഷഹ്റൻ എന്നാണ്. ഏതാണ്ട് 1.5 വർഷത്തോളമാണ്. 16 അല്ലെങ്കിൽ 17 ഷഹ്റൻ, 17 മാസം. വക്കാന യുഹിബ്ബു അൻ യുവജ്ജഹ നഹ്വൽ കഅബ, അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് കഅബയിലേക്ക് തിരിയാനായിരുന്നു. പക്ഷേ അദ്ദേഹം കൽപ്പിക്കപ്പെട്ടിരിക്കാം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ. അങ്ങനെ അദ്ദേഹം ഏതാണ്ട് 1.5 വർഷത്തോളം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. പിന്നീടാണ് അള്ളാഹു കഅബയിലേക്ക് തിരിയാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ കഅബയിലേക്ക് തിരിഞ്ഞ സമയത്ത്, നിസ്കാരത്തിലൊക്കെ ഡയറക്ഷൻ മാറിയ സമയത്ത് പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകളായ ആളുകളാണ് അസുഫഹാ കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അവരാണ് ചോദിക്കുന്നത്. അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളാണ് ചോദിച്ചത് എന്നും വ്യാഖ്യാനം കാണാം. നമുക്കറിയാം അതൊക്കെ കോമണാണ്. അഹ്ലു കിതാബിൽപ്പെട്ടവരെ തന്നെയാണ് കൂടുതൽ മുനാഫിക്കുകൾ,
അല്ലെങ്കിൽ അവരോട് ക്ലോസ്ലി ബന്ധമുള്ള ആളുകളാണ്. അപ്പം അവരൊക്കെയാണ് ചോദിച്ചത്, എന്താ ഇപ്പോൾ ഇവർ തിരിയാൻ കാരണം, എന്താണ് പറ്റിയത്? അപ്പം അള്ളാഹു അതിന് മറുപടി പറയുന്നത്, ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറുമൊക്കെ അള്ളാഹുവിനുള്ളതാണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഈ ഖിബില മാറ്റമെന്ന് പറയുന്നത് പുതിയൊരു പ്രവാചകൻ്റെയും ശരീഅത്തിൻ്റെയും വിഷയമാണല്ലോ. അപ്പോൾ ഇതിൽ ആർക്ക് ഹിദായത്ത് നൽകണം, ഏത് കൗമിൽപ്പെട്ട ഏത് ജനതയിൽപ്പെട്ട ആൾക്ക് ഹിദായത്ത് നൽകണം, അയാൾക്ക് ഏത് വിധത്തിലുള്ള ഹിദായത്ത് നൽകണം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്ന ആളെ അവൻ സന്മാർഗത്തിലേക്ക് ഗൈഡ് ചെയ്യും, നേരായ വഴിയിലേക്ക് അവൻ ഉദ്ദേശിക്കുന്ന ആളെ അവൻ നയിക്കും. അങ്ങനെ അവൻ്റെ ഉദ്ദേശപ്രകാരം അവൻ തിരഞ്ഞെടുത്തൊരു പ്രവാചകനാണ്. അതുകൊണ്ട് അവൻ്റെ ഉദ്ദേശപ്രകാരം അവൻ ആ പ്രവാചകന് നിർദ്ദേശങ്ങൾ നൽകും, പ്രവാചകനെ അവൻ ഉദ്ദേശിക്കുന്ന ജനതയിൽ നിന്ന് തിരഞ്ഞെടുക്കും. അതുകൊണ്ട് ഖിബില മാറ്റം എന്ന് പറയുന്നത്, ഖിബിലയെക്കുറിച്ച് ചോദിക്കുന്നത്, പുതിയൊരു ഖിബിലയിലേക്ക് തിരിയുമ്പോൾ അതൊരു പ്രശ്നമായി വരുന്നത് പുതിയൊരു പ്രവാചകനും ആ പ്രവാചകൻ്റെ ശരീഅത്തിനോടുമുള്ള പ്രശ്നമാണ്. അതാണ് അവർ ചോദിച്ചത്, എന്താ ഇപ്പോൾ പറ്റിയത്, ഞങ്ങളുടെ രീതികളൊക്കെ വിട്ടിട്ട് പുതിയ രീതിയാണോ പ്രവാചകൻ? അതെ, പുതിയ പ്രവാചകനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ തിരഞ്ഞെടുക്കും, അവരവൻ ഗൈഡ് ചെയ്യും. മശ്രിഖും മഗ്രിബും ഒക്കെ അവൻ്റെതാണ്, അതുകൊണ്ട് അവൻ എങ്ങോട്ട് തിരിയാനും പറയും. എന്നിട്ട് പറയുന്നു, വകദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ, ഇപ്രകാരം തന്നെയാണ് ഒരു പുതിയ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചതുപോലെ തന്നെ അള്ളാഹു ചെയ്തതാണ് നിങ്ങളെ ഒരു വസത്തായ ഉമ്മത്താക്കിയതും. വകദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ, വസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്നാണ് അർത്ഥം. സാധാരണ അറബികളുടെ സംസാര രീതിയിൽ അത് ഏറ്റവും ബെസ്റ്റിനെ കുറിക്കാനാണ് പറയുന്നത്. അമ്മൽ വസത്തു ഫൈനഹു ഫി കലാമിൽ അറബി അൽ ഖിയാർ, അതിന് അൽ അദിൽ എന്ന അർത്ഥവുമുണ്ട്. അൽ വസത്ത് എന്ന് പറഞ്ഞാൽ അൽ അദിൽ, ഏറ്റവും പ്രോപ്പറായത്, ഏറ്റവും ഈക്വലായത്. അതിനെ തന്നെ അൽ ജുസു അല്ലദി ഹുവ ബൈന ത്വറഫൈൻ, രണ്ടറ്റങ്ങളുടെ മദ്യം എന്ന അർത്ഥത്തിലും പറയും. അപ്പം ഇപ്രകാരം നിങ്ങളെ ഒരു ബെസ്റ്റ് കമ്മ്യൂണിറ്റി, ബെസ്റ്റ് ഉമ്മത്താക്കിയിരിക്കുന്നവൻ, എല്ലാം കൊണ്ടും മധ്യത്തിൽ നിൽക്കുന്ന, മികച്ചു നിൽക്കുന്ന, യാതൊരു എക്സ്ട്രീമിസവുമില്ലാത്ത ഒരു ബെസ്റ്റ് ഉമ്മത്ത് നിങ്ങളെ ആക്കിയിരിക്കുന്നവൻ. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയിട്ട്. ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ മധ്യത്തിലുള്ള ആയത്തുമാണ്. 286 ആയത്തുകളാണല്ലോ, അതിൻ്റെ മധ്യത്തിലുള്ള ആയത്തും കൂടിയാണിത്. നിങ്ങളെ ബെസ്റ്റ് കമ്മ്യൂണിറ്റി ആക്കിയിരിക്കുന്നു, മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകാൻ. ജനങ്ങൾ നിങ്ങളെ കണ്ടിട്ട് എന്താണ് ഐഡിയൽ, എന്താണ് അള്ളാഹുവിൻ്റെ ഐഡിയൽ നിയമം, ഐഡിയൽ നിർദ്ദേശങ്ങൾ എന്ന് നിങ്ങളിൽ നിന്നും പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്ത് നിങ്ങളെ അള്ളാഹു ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആക്കിയത്. വയക്കൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്ക് മേൽ സാക്ഷിയാകാനും. നിങ്ങൾ റസൂലിനെ കണ്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങളെ കണ്ടിനി ജനങ്ങൾ പഠിക്കണം. അതുകൊണ്ട് നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1.5 വർഷത്തോളം നിങ്ങളെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അറബികളായ പ്രവാചകൻ്റെ കൂടെ കൂടിയ ആളുകൾക്ക് പ്രയാസമുണ്ടായില്ല. അതും ഒരു പരീക്ഷണമായിരുന്നു, അവർക്കുള്ള പരീക്ഷണമായിരുന്നു അത്. അള്ളാഹു പറയുന്നു, വമാ ജഅൽനൽ ഖിബ്ലത്തല്ലത്തി കുന്ത അലൈഹ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. അള്ളാഹു പറയുന്നത് പ്രവാചകനോട്, താങ്കൾ മുമ്പുണ്ടായിരുന്ന ഖിബില, ആ ഖിബിലയെ അള്ളാഹു ആക്കിയതും ഒന്നിനും വേണ്ടിയല്ല, ഇല്ലാ ലിനഅലമ, അറിയാൻ വേണ്ടിയല്ലാതെ. അള്ളാഹു അറിയാൻ വേണ്ടിയാണ് ആക്കിയത്. എന്തറിയാൻ വേണ്ടിയിട്ട്? മൻ യത്തബിഉർ റസൂല, ആരാണ് പ്രവാചകനെ പിൻപറ്റുന്നത് എന്ന്.
മിമ്മൻ യൻഖലിബു അല അഖിബൈഹി, പ്രവാചകനിൽ നിന്ന് പിന്മാറിക്കളയുന്നവരിൽ നിന്ന് പിൻപറ്റുന്നവരെ തരംതിരിക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അറബികളോട് അങ്ങനെ കൽപ്പിക്കുമ്പോൾ ആർക്കാണ് പ്രയാസമുള്ളത്? പ്രയാസമില്ലാതെ പ്രവാചകൻ എങ്ങോട്ട് തിരിയാൻ പറഞ്ഞാലും അവർക്ക് നേരത്തെ അംഗീകരിക്കാൻ ഉണ്ടായിരുന്ന ആളുകളുടെ രീതി ഫോളോ ചെയ്യാൻ പറഞ്ഞാലും അവർക്ക് പ്രയാസം ഉണ്ടായില്ല. പ്രവാചകൻ പറയുന്നൊക്കെ അവരനുസരിച്ചു. അത് തിരിയാൻ വേണ്ടിയായിരുന്നു. പ്രവാചകൻ ആരൊക്കെ പിൻപറ്റും? വൈൻകാനത്തിലെ കബീറത്തൻ ഇല്ല അലല്ലദീന ഹദല്ല, അള്ളാഹുവിൻ്റെ സന്മാർഗം കിട്ടിയവർക്കൊഴികെ അത് പ്രയാസമാണ്. അവർക്ക് മാത്രമേ അത് എളുപ്പമാകുള്ളൂ. നേരത്തെ ശത്രുതയുണ്ടായിരുന്ന ഒരു കൂട്ടരുടെ, അല്ലെങ്കിൽ നേരത്തെ വിയോജിപ്പുണ്ടായിരുന്ന, നേരത്തെ പ്രശ്നമുള്ള ഒരു കൂട്ടരുടെ മാർഗം പിൻപറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൽ അത്രയും ഈമാൻ വേണം. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ അത്രയും യഖീന് വേണം. അള്ളാഹു അത് തെളിയിച്ചു. അള്ളാഹു അതിനൊരു അവസരം നൽകി ഇവരത് തെളിയിച്ചു. അതായിരുന്നു അവരുടെ ക്വാളിറ്റി. അതുകൊണ്ടാണ് പ്രവാചകനെ അവരിൽ നിന്ന് നിയോഗിച്ചത്. അത്തരത്തിലുള്ള അനേകം ഉത്തമ ഗുണങ്ങളുള്ള ഒരു ജനതയായിരുന്നു അവർ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, വമാ കാന അല്ലാഹു ലിയുളിഅ ഈമാനക്കും. ഇതൊരു വലിയ പ്രശ്നമായി. മുനാഫിക്കുകൾ ഇതിനെ വലിയൊരു പ്രശ്നമാക്കി. ഇതെന്താണ് പുതിയൊരു രീതി? അപ്പോൾ നേരത്തെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച് മരിച്ചുപോയ ആളുകളൊക്കെ ഓരുടെയൊക്കെ അവസ്ഥ എന്താ? നേരത്തെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ ഇപ്പം എന്താ? പുതിയൊരു നിയമം നേരത്തെ പറയുന്നു, പ്രവാചകൻ ഇപ്പം പുതിയ നിയമം പറയുന്നു. നേരത്തെ പറഞ്ഞതൊക്കെ തൗറാത്തിലുള്ള പല നിയമങ്ങളും ഇപ്പം ഇതാ 1 by 1 ആയിട്ട് ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അപ്പം നേരത്തെ ചെയ്തതൊക്കെ പാഴായോ? അപ്പം അങ്ങനെ നിസ്കരിച്ച് മരിച്ച ആളുകളുടെയൊക്കെ അവസ്ഥ എന്താ എന്നൊക്കെ അവരൊരു സംസാരമാക്കിയിട്ടുണ്ടാകും. അള്ളാഹു അതിന് മറുപടി പറയുകയാണ്, വമാ കാനല്ലാഹു ലിയുളിഅ ഈമാനക്കും. നിങ്ങളുടെ ഈമാനിനെ അള്ളാഹു പാഴാക്കുകയില്ല. പ്രവാചകനോടുള്ള ഈമാൻ കൊണ്ടാണല്ലോ നിങ്ങളങ്ങനെ നിസ്കരിച്ചത്. ആ നിസ്കാരമല്ല, അങ്ങോട്ട് തിരിയലോ ആ നിസ്കാരമോ അല്ല, നിങ്ങളുടെ ആ ഈമാനാണ് ഇമ്പോർട്ടൻ്റ്. ആ ഈമാനെ അള്ളാഹു പാഴാക്കുകയില്ല. ഇന്നല്ലാഹ ബിന്നാസി, ആ അന്നാസിനോട്, പ്രവാചകൻ്റെ കൂടെ കൂടിയ ആളുകളോട് അള്ളാഹു റഊഫാണ്, റഹീമാണ്. അള്ളാഹു വളരെ ദയയുള്ള, അവരുടെ വീക്ക്നെസ്സൊക്കെ പരിഗണിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന റഊഫായ, റഹീമായ, വളരെ കാരുണ്യമുള്ള, നിരന്തരം അവർക്ക് കാരുണ്യം ചൊരിയുന്ന റബ്ബാണ്. അവരുടെ റബ്ബാണ് അള്ളാഹു. അതുകൊണ്ട് അവരുടെ ഈമാനിനെ അള്ളാഹു പാഴാക്കുകയില്ല. ഇതേതുപോലെയാണെന്ന് പറഞ്ഞാൽ ദബീഹിൻ്റെ അറക്കുന്ന വിഷയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, സൂറ ഹജ്ജിൽ, ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ. അറക്കപ്പെടുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിലെത്തുന്നില്ല. വലാക്കിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് അവനിലേക്ക് എത്തുന്നത്. എന്നതുപോലെ നിങ്ങൾ ഈ ചെയ്യുന്ന നിസ്കാരത്തിലെ കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുന്ന ബാഹ്യമായ നിങ്ങളുടെ പ്രകടനങ്ങളും ഒന്നുമല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, നിങ്ങളെ ഈമാനാണ്. അതുകൊണ്ട് അവർ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ഉണ്ടായിരുന്ന നിന്നിലുള്ള ഈമാൻ, എന്നിലുള്ള ഈമാൻ, അതൊന്നും അള്ളാഹു പാഴാക്കുന്നില്ല. അവൻ വളരെ റഊഫാണ്, വളരെ റഹീമാണ്. എന്നിട്ടാണ് അള്ളാഹു നിർദ്ദേശം നൽകുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നീ നിൻ്റെ വജ്ഹിനെ, മുഖത്തെ ആകാശത്തേക്ക് തിരിക്കുന്നത് തീർച്ചയായിട്ടും നാം കാണാറുണ്ട്, നാം കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നാം അത് കണ്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലേക്ക് തിരിയാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ആകാശത്തേക്ക് മുഖം തിരിക്കാറുണ്ടായിരുന്നു. അത് അള്ളാഹു കണ്ടിട്ട് അള്ളാഹു പറയുന്നു, ഫല യുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, നീ ഇഷ്ടപ്പെട്ട ഖിബിലയിലേക്ക് നിന്നെ നാം തിരിക്കുന്നതാണ്. പ്രവാചകന് ഇഷ്ടപ്പെട്ടത് കഅബയാണ്, ഇബ്രാഹിം പണിത ഭവനത്തിലേക്ക് തിരിയാനാണ്. അതുകൊണ്ട് അള്ളാഹു അങ്ങനെ നിർദ്ദേശം നൽകി, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് നിന്റെ മുഖത്തെ തിരിക്കുക. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റ, നീ എവിടെയായാലും അങ്ങോട്ടേക്കാണ്. നിങ്ങളെവിടെയായാലും പ്രവാചകനോട് തിരിയാൻ പറഞ്ഞു. പ്രവാചകനാണ് നമുക്ക് സാക്ഷി.
നമ്മുടെ മോഡൽ പ്രവാചകനാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് തിരിയണം. വൈന്നല്ലദീന ഊത്തുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. കിതാബ് നൽകപ്പെട്ടവർക്കത് അറിയാമത് അള്ളാഹുവിൽ നിന്നുള്ള ഹക്കാണ്, റബ്ബിൽ നിന്നുള്ള ഹക്കാണ് എന്നൊക്കെ. അന്നഹു എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ അറിയാമെന്നോ അല്ലെങ്കിൽ ആ ഖിബിലയെക്കുറിച്ച് അറിയാമെന്നോ ഒക്കെ ആകാം. അവർക്ക് ആ ഖിബിലയെക്കുറിച്ചറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചറിയാം, റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നറിയാം, അല്ലെങ്കിൽ ഈ നിർദ്ദേശത്തെക്കുറിച്ചറിയാം. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. അള്ളാഹു ഗാഫിലല്ല, അണവേറല്ല, അറിയാത്തവനല്ല, അവൻ അശ്രദ്ധാലുവല്ല. അമ്മാ യഅമലൂൻ, അവർ ചെയ്യുന്നതിനെക്കുറിച്ച്, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചൊന്നും അവൻ അറിയാത്തവനല്ല. അവനറിയാം അവരെന്തൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് സത്യമാണെന്നറിയാം, എന്നിട്ടും അവർ പിന്തിരിയുകയാണ് എന്നല്ലാഹു പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ഭാഗങ്ങൾ അടുത്ത ദിവസം വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.